Hello, welcome to my channel Julies and Dishes. In today's video, I'm going to prepare a simple paneer dish. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ബട്ട് തൈര് കൊണ്ടുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഇതിനെ ദഹി പനീർ കറി അല്ലെങ്കിൽ വെറും പനീർ കറി എന്ന് വിളിക്കാം. ബാച്ചിലേഴ്സിനുള്ള റെസിപ്പി ആണെങ്കിൽ കണ്ടാൽ അറിയാം, കാരണം ഇത് വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പനീർ എടുത്ത് ക്യൂബായി കട്ടാക്കി വെക്കാം. എന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി മാരിനേറ്റ് ചെയ്യാം. പിന്നെ കറിക്ക് വേണ്ടി നമുക്ക് 3 സവോള, 2 വലിയ ടൊമാറ്റോസ്, പിന്നെ 3 ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്ത് വയ്ക്കാം. പാനിൽ എണ്ണ ചൂടാക്കി അതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ഒരു 5 മിനിറ്റ് മീഡിയം ഹൈ ഫ്ലെയിമിൽ സ്റ്റിർ ഫ്രൈ ചെയ്യാം. ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതേ പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും എണ്ണയും ആഡാക്കി ചൂടായി കഴിഞ്ഞിട്ട് ഹോൾ സ്പൈസസും കുറച്ച് ജീരകവും ആഡ് ചെയ്യാം. വേണമെങ്കിൽ അതിൽ കുറച്ച് കായംപൊടിയും ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് അതേപോലെ സോട്ട് ചെയ്യാം. അതിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡാക്കി വീണ്ടും സോട്ട് ചെയ്യാം. ഉള്ളി ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം അതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിൽ ചോപ്ഡ് ടൊമാറ്റോസ് ഇട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് കുക്കായിരിക്കുന്ന നേരം വേറൊരു പാത്രത്തിൽ കുറച്ച് തൈര് ഒഴിച്ച് നല്ലപോലെ അടിച്ച് അതിനെ സ്മൂത്താക്കി വെക്കുക. തൈര് ഒനിയൻ ടൊമാറ്റോ മിക്സിൽ ആഡാക്കി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തൈരിൻ്റെ റോ സ്മെൽ പോകുന്നത് വരെ അതിനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അത് തിളപ്പിക്കാൻ വയ്ക്കാം. തിളച്ചതിന് ശേഷം അതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇതിലോട്ട് ആഡ് ചെയ്ത് അതിൽ കുറച്ച് കസൂരി മേത്തി ഇട്ടിട്ട് മിക്സാക്കി തിളപ്പിക്കാം. 5 to 7 minutes കഴിഞ്ഞ് അടുപ്പ് മാറ്റി ലാസ്റ്റിൽ കറിയിൽ മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ടിട്ട് 1 മിനിറ്റ് വരെ നല്ലപോലെ മിക്സ് ആക്കാം. പിന്നെ ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് ചാട്ട് മസാല ആഡ് ചെയ്യാം. അടിപൊളിയായ യമ്മി ക്വിക്ക് പനീർ കറി തയ്യാർ. ഇത് ചപ്പാത്തി ചോറ് അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ടയായി കഴിക്കാം. നിങ്ങൾ ഈ പ്രിപ്പറേഷൻ ഉറപ്പായി ട്രൈ ചെയ്യണേ. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ ഗൈസ്. താങ്ക് യു. ടാറ്റാ.